ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു മഷ്റൂം മസാല ഉണ്ടാക്കാൻ പോകുന്നത്. മഷ്റൂം ക്ലീനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ വെറുതെ പാക്കറ്റ് പൊട്ടിച്ച് ഞാൻ വെച്ചേക്കുന്നേ ഉള്ളൂ. ഒരു 200 ഗ്രാം ഉണ്ട്. പിന്നെ അതിന് വേണ്ടി നമുക്ക് മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 2 സവാള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ട് എങ്ങനെയും അരിയാം, കാര്യം മിക്സിയിലിട്ട് അടിക്കാനുള്ളതല്ലേ. എന്നിട്ട് ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 10-12 വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. 10-12-16 വെളുത്തുള്ളി ഉണ്ട്, അതിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം. ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് വരേ. നമുക്ക് സ്റ്റൗ കത്തിക്കേ. പാത്രം ചൂടാവട്ടെ. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. അല്ല, കറി വെക്കണ്ടേ. എണ്ണ ഒന്ന് ചൂടാവണേ. നമ്മുടെ എണ്ണ ചൂടായേ. ഞാൻ അരച്ചുകൊണ്ടുവന്ന ആ തക്കാളി, വെളുത്തുള്ളി, സവാള പേസ്റ്റ് ഇല്ലേ, അതിങ്ങോട്ട് ഇട്ട് കൊടുക്കേ. ഇത് ഈ എണ്ണയെ കിടന്ന് നല്ല മൂത്ത് കിട്ടും, മൊരിഞ്ഞ് കിട്ടണേ. മൊരിഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങ് പച്ചമണം മാറണം. നല്ലൊന്ന് മിക്സ് ആകട്ടെ. ഇതൊന്ന് മൊരിയട്ടെ. ഇത് നല്ല ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക്, ആ മാറുന്ന സമയം കൊണ്ട് നമുക്ക് അത് സമയം കൊണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കേ. ഒന്ന് കഴുകിയിട്ട് വരട്ടെ. നമ്മുടെ സവാളയും തക്കാളിയുടെ ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്, നല്ല വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയെ. ഇതൊന്ന് നല്ല വഴറ്റിയെടുക്കേ. സവോളയ്ക്ക് ഭയങ്കര ഒരു കുത്തലുണ്ട്, പച്ച കഴിക്കും നല്ല മൂത്തില്ലെങ്കിൽ. ഇനി ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല, ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്തായാലും കുഴപ്പമില്ല. ഇതിലോട്ടെ ഞാൻ ഇപ്പോൾ വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂമില്ലേ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് കുറയ്ക്കേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഒരു എളുപ്പത്തിലുള്ള മഷ്റൂം മസാല, അതുപോലെ ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയൊരു കറിയാണ്. പല രീതിയിൽ നമുക്ക് മഷ്റൂം മസാല ക്രീം കൊണ്ടുണ്ടാക്കാം, അണ്ടിപ്പരിപ്പൊക്കെ അരച്ചുണ്ടാക്കാം, പല രീതിയിലും ഉണ്ടാക്കാം. ഇതൊന്ന് അടച്ച് നമുക്കിടെ ഒരു ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചിടേ. നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ, ചെറിയ തീയിലാണ് ഇങ്ങനെ കിടക്കട്ടെ.
നമ്മുടെ മഷ്റൂം നോക്കേ. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. ഞാൻ ഉപ്പിട്ടിട്ടില്ല. മഷ്റൂമിന് വലിയ വേവൊന്നുമില്ലല്ലോ. ഇത് ഇനി ഇതിനകത്ത് തീ കൂട്ടി കൊടുക്കേ. തീ കുറച്ച് വെച്ചേക്കുമായിരുന്നു. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ചിട്ട് തീ കുറച്ചിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് വരെ ഇരിക്കേ. നമ്മുടെ മഷ്റൂം നോക്കാം. ഉണ്ടോ, നല്ല കറക്റ്റായിട്ട് വെന്ത് എല്ലാം നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ടേ. നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് കസൂരി മെത്തി ഇട്ട് കൊടുക്കേ. ഒരു 1/2 ടീസ്പൂൺ കസൂരി മെത്തി മതിയേ. അത് കയ്യിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കേണ്ടത്. ഇതൊന്ന് ഇളക്കി കൊടുക്കേ. കണ്ടില്ല, നല്ല കുറുകുറുത്ത ചാറ് കണ്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി ഇതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചിടാം. നമ്മളെ കറി നോക്കേ. എന്ത് അടിപൊളിയായിട്ടുണ്ടെന്നറിയാവോ. കണ്ടോ. ഇനി നമുക്കിതിനകത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചിട്ട് കൊടുത്ത് നമുക്ക് തീ ഓഫാക്കാം. മഷ്റൂം മസാല ഈ ഒരു സർവിങ് ബൗളിലോട്ടെടുത്ത് ഒഴിക്കേ. ഓക്കെ, ഇത് ടേസ്റ്റാണെന്നറിയാമോ. ഇത് നമുക്ക് ചോറിനോടെയും ചപ്പാത്തിയോടെയും എല്ലാം നല്ല ഒരു ബെസ്റ്റ് കറിയായതേ. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതാൻ മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണേ.